നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. FC ബാഴ്സലോണ റാഷ്ഫോർഡിനായിട്ട് ഒഫീഷ്യൽ ബിഡ് സമർപ്പിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ദി അത്ലറ്റിക് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അവർ ഉദ്ധരിച്ചുകൊണ്ട് ഫബ്രീസിയോ റൊമാനോ ഇത് സ്ഥിരീകരിക്കുന്നു. ഫബ്രീസിയോയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ബാഴ്സലോണ ഹാവ് സെൻഡ് ഒഫീഷ്യൽ ബിഡ് ഇൻ ദി മോർണിംഗ് ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫോർ മാർക്കസ് റാഷ്ഫോർഡ്. ഇന്ന് രാവിലെ ബാഴ്സലോണ ഒഫീഷ്യൽ ബിഡ് തന്നെ മാർക്കസ് റാഷ്ഫോർഡിനായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ഇൻ്റേണൽ മീറ്റിംഗ് കഴിഞ്ഞ 24 മണിക്കൂറുകൾക്കിടയിൽ നടന്നിട്ടുണ്ടായിരുന്നു. ലൂയിസ് ഡയസിനെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ആദ്യം പ്രയോറിറ്റി ആയിട്ട് കണക്കാക്കിയിരുന്നത്. പക്ഷേ ടു എക്സ്പെൻസീവ് ആണ് ലൂയിസ് ഡയസ് എന്നാണ് ഇപ്പോൾ ബാഴ്സലോണ വിലയിരുത്തിയിരിക്കുന്നത്. കൂടാതെ ബാഴ്സ മാർക്കസ് റാഷ്ഫോർഡിൻ്റെ മികവിൽ കൺവിൻസ്ഡുമാണ്. ഡീൽ അണ്ടർവേ ആൻഡ് ഓൾസോ അപ്രൂവ്ഡ് ബൈ ഹൻസി ഫ്ലിക്ക് ഈ ഒരു ഡീലിന് അപ്രൂവൽ കൊടുത്തിരിക്കുന്നു എന്നാണിപ്പോൾ ഫബ്രീസിയോ റൊമാനോ കുറിക്കുന്നത്. ഏതായാലും ദി അത്ലറ്റിക് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നത് ബാഴ്സലോണ മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട് റാഷ്ഫോർഡിൻ്റെ കാര്യത്തിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ലോൺ മൂവ് വിത്ത് ബൈ ഓപ്ഷൻ, അതാണ് ഇപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും രണ്ട് ടീമുകളും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ട്. റാഷ്ഫോർഡ് ഓൾറെഡി ബാഴ്സലോണയോട് യെസ് പറഞ്ഞതാണ്. കഴിഞ്ഞ ജനുവരി മുതൽ അദ്ദേഹത്തിൻ്റെ ഡ്രീമാണ് ബാഴ്സയിൽ കളിക്കുക എന്നുള്ളത്. എന്തായാലും ഇതാ മാർക്കസ് റാഷ്ഫോർഡ് ടു ബാഴ്സ എന്നതിൽ ഒഫീഷ്യലായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.